ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗമായി, ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി അരവിന്ദ് കെജ്രിവാളിനെയും അരവിന്ദ് കെജ്രിവാൾ നേതൃത്വം നൽകുന്ന ആം ആദ്മി പാർട്ടിയെയും ഇന്ത്യ സഖ്യം ഉൾക്കൊണ്ടിരുന്നു. കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിന്റെ പിൻബലത്തിൽ വലിയ ആത്മവിശ്വാസമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന്റെ അന്നുവരെയും ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും ശക്തി കേന്ദ്രമായി കോൺഗ്രസ് കണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായ ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും ഉണ്ടായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ കോൺഗ്രസിന് ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായത് കനത്ത തിരിച്ചടി തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മദ്യനയ കേസിൽ പോലും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ ചൊല്ലി കോൺഗ്രസ് വരെ വലിയ ശക്തമായ പോരാട്ടം നടത്തിയിരുന്നു. അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ അദ്ദേഹത്തിന് വേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അതൊന്നും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോ ഇന്ത്യ സഖ്യത്തിനോ ഗുണകരമായി മാറിയില്ല എന്നുള്ളതാണ് സത്യം. ഇക്കഴിഞ്ഞ ദിവസമാണ് അരവിന്ദ് കെജ്രിവാളിന് മദ്യനയ കേസിൽ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് വരുന്നത്. എന്നാൽ തൊട്ടുപുറകെ തന്നെ ഇ ഡിയുടെ ജാമ്യം തള്ളണമെന്ന അപേക്ഷയുമായി ഇ ഡി സമീപിച്ചതോടുകൂടി ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. നേരിയ പ്രതീക്ഷ മാത്രമാണ് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് നിലവിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യത്തിലുള്ളത്. ഒപ്പം ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഷയത്തിൽ ഒന്ന് ഈ മദ്യനയ കേസുമായി ബന്ധപ്പെട്ടുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റാണ്, അതിൽ ജാമ്യം ലഭിക്കാത്തതാണ്. മറ്റൊന്ന് ഏറ്റവും പ്രധാനമായി ഡൽഹിയിലെ നഗരപ്രാന്ത പ്രദേശങ്ങളിലെ ജനങ്ങൾ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടുത്ത ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് തക്കതായ ഒരു മാർഗം കണ്ടെത്തുവാൻ ഇതുവരെയും ഡൽഹി സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ്. വൈദ്യുതിക്കും ജലത്തിനും ഒന്നും കരമടയ്ക്കേണ്ട എന്ന വിപ്ലവകരമായ ഒരു മാറ്റത്തോടു കൂടിയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ആദ്യമായി അധികാരത്തിലേക്ക് എത്തുന്നത്. ഇത്തരത്തിലുള്ള പല തന്ത്രപരമായ നീക്കത്തിലൂടെ തന്നെയാണ് പഞ്ചാബ് അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും ആം ആദ്മി പാർട്ടിക്ക് വേര് ആഴത്തിൽ ഇറക്കുവാനും സാധിച്ചത്. പക്ഷെ ഇപ്പോൾ അതേ പ്രശ്നങ്ങൾ തന്നെ വലിയ വിനയായി മാറിയിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിക്ക്. ജനങ്ങൾ ജലം കിട്ടാതെ പൊറുതിമുട്ടുകയാണ്. ഒപ്പം തങ്ങളുടെ മുഖ്യമന്ത്രി വലിയൊരു അഴിമതി കേസിൽ ജയിലറയിൽ കിടക്കുന്നു എന്നുള്ളത് ആം ആദ്മി പാർട്ടിയുടെ ഒരു പ്രഭയെ കാര്യമായി തന്നെ ഡൽഹിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായ ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ ഒരു സീറ്റ് പോലും ലഭിക്കാതെ പോയത്. ഡൽഹിയിൽ ആകെയുള്ളത് 7 സീറ്റുകളാണ്. ആ 7 സീറ്റുകളിൽ ഒരു സീറ്റ് പോലും സംസ്ഥാനം ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് വലിയ തിരിച്ചടി തന്നെയാണ്. കേരളത്തിലെ പോലെ തന്നെ കേരളത്തിലെ 20 സീറ്റുകളിൽ ഒരു സീറ്റിൽ മാത്രമാണ് സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന് അധികാരത്തിൽ എത്തുവാൻ സാധിച്ചത് എന്ന് പറയുന്നത് പോലെ, അതുപോലെ തന്നെ ഡൽഹി ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും നേടാൻ സാധിച്ചില്ല എന്നുള്ളത് വലിയ നാണക്കേട് തന്നെയാണ്. ആം ആദ്മി പാർട്ടിക്ക് ഒരു സീറ്റ് പോലും ലഭിക്കാത്തത് മദ്യനയ കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ജയിലറയ്ക്കുള്ളിൽ ആക്കിയതിനെ ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ആ ആരോപണം ശരിയാണ്, ആ കേസ് സത്യമാണ് എന്ന് തെളിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ജനങ്ങൾ ആം ആദ്മി പാർട്ടിയെ വിട്ട് മറ്റൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് BJP അടക്കമുള്ള എതിർ പാർട്ടിക്കാർ പറയുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒക്കെ ശുഭപ്രതീക്ഷ കാര്യമായി തന്നെ പ്രകടിപ്പിച്ചിരുന്നു. ഡൽഹി അടക്കി വാഴുന്ന അരവിന്ദ് കെജ്രിവാളിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മികച്ച മുന്നേറ്റം ഉണ്ടാക്കുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസിനും ഉണ്ടായിരുന്നു. രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ കാര്യമായ രീതിയിലുള്ള മുന്നേറ്റം ഇക്കുറി ഇന്ത്യ സഖ്യത്തിന് ഉണ്ടാക്കുവാൻ സാധിക്കും എന്ന ചർച്ചയും കാര്യമായി തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിലും അല്ലാതെയും ഉണ്ടായിരുന്നു. മാധ്യമ സർവേകളിൽ പോലും ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ ഒരു നിലപാട് ഡൽഹിയിൽ ജനം സ്വീകരിക്കും, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളുമാണ് എന്ന് തന്നെയായിരുന്നു സർവേ ഫലങ്ങളിലും അല്ലാതെയുമുള്ള കണക്കുകൂട്ടലുകളെല്ലാം. എന്നാൽ ആ കണക്കുകൂട്ടലുകളെല്ലാം കാറ്റിൽ പറത്തുന്ന തരത്തിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ പുറത്തു വന്നത്. അതോടുകൂടി ആം ആദ്മി പാർട്ടിയോടുള്ള ഇന്ത്യ സഖ്യത്തിന്റെ ആത്മവിശ്വാസത്തിൽ വലിയ വിള്ളൽ ഉണ്ടായിരിക്കുകയാണ്. ഒപ്പം തന്നെ സാധാരണക്കാരായ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിൽ ആം ആദ്മി പാർട്ടിക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കാതെ പോകുന്നു എന്നുള്ളത് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും അല്ലെങ്കിൽ ഇന്ത്യ സഖ്യവും തമ്മിലുള്ള അകൽച്ചയ്ക്ക് പ്രധാന കാരണമായി മാറുന്നുമുണ്ട്. പക്ഷേ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മികച്ച വിജയമൊന്നും കൈവരിക്കുവാൻ സാധിക്കാതെ പോയ ആം ആദ്മി പാർട്ടിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വലിയ മുന്നേറ്റമാണ് കൈവരിക്കുവാൻ സാധിച്ചത്. ആ ആത്മവിശ്വാസം കോൺഗ്രസിൽ ഒരു വിഭാഗം നേതാക്കന്മാർക്കുണ്ടെങ്കിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കടുത്ത തിരിച്ചടിക്ക് പ്രധാന കാരണം
കണക്കിലെടുക്കുമ്പോൾ അത് ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിന്റെ മദ്യനയ കേസിനായിട്ടുള്ള ജനങ്ങളുടെ പ്രതികരണമായിട്ടാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം എടുക്കുന്നത്. ഒപ്പം തന്നെ സാധാരണക്കാരായ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിൽ പരിഹാരം കണ്ടെത്താത്തതുമാണ്. ഈ വിഷയങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും ഡൽഹിയിൽ ഇന്ത്യ സഖ്യത്തിന്റെ ബലം നഷ്ടപ്പെട്ടു പോകുന്നു എന്നൊരു ചർച്ചയും ഇന്ത്യ സഖ്യത്തിൽ കാര്യമായി നടക്കുന്നു. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളിനെയും ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പുറത്താക്കണമെന്നൊരു തീരുമാനം കൂടി ഇന്ത്യ സഖ്യത്തിൽ കാര്യമായി തന്നെ ഉടലെടുക്കുന്നുണ്ട്. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ ഉൾപ്പെടുത്താതെ തന്നെ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി പരിശ്രമിച്ചാൽ ഒരു മികച്ച വിജയം കൈവരിക്കുവാൻ സാധിക്കുമെന്നുള്ള ബോധ്യവും അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനവും ഇന്ത്യ സഖ്യത്തിൽ നിന്ന് നിലവിൽ ഉടലെടുത്തു വരുന്നുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ സഖ്യത്തിൽ ഇപ്പോൾ വലിയ ഒരു അഴിച്ചുപണിക്ക് കളമൊരുങ്ങുവാൻ പോകുന്നത്. രാഹുൽ ഗാന്ധിയും ഡൽഹി നേതൃത്വവും ഒക്കെ ഈ വിഷയത്തിൽ കാര്യമായ രീതിയിലുള്ള ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുവാൻ പോകുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഡൽഹിയിലെ കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിലെ മറ്റു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുമായി ചർച്ച നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള ഇന്ത്യ സഖ്യത്തിന്റെ ബന്ധം വിച്ഛേദിക്കണോ എന്ന തീരുമാനം ഇന്ത്യ സഖ്യം കൈക്കൊള്ളുക. എന്തായാലും കാര്യമായ രീതിയിലുള്ള ചർച്ചയിൽ മുൻപോട്ട് പോവുകയാണ്. ആം ആദ്മി പാർട്ടിക്ക് ഇത് നല്ല കാലമല്ല എന്ന് വെളിപ്പെടുന്ന ഒരു സമയമാണ്. ആം ആദ്മി പാർട്ടിയെ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പുറന്തള്ളുക എന്ന ഒരു തീരുമാനം ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ഉയർന്നു വന്നാൽ ചിലപ്പോൾ ഈ അഴിമതി കേസിൽ BJP അടക്കമുള്ള മറ്റു പാർട്ടികൾ ഇടപെടുകയും ഒരുപക്ഷെ ജാമ്യം അനുവദിക്കുകയും ആം ആദ്മി പാർട്ടി BJPയോടൊപ്പം പോകുവാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയാണ് കഴിഞ്ഞ കാല രാഷ്ട്രീയ ചരിത്രങ്ങളെല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്നതും. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ആം ആദ്മി പാർട്ടി വിട്ടുനിൽക്കുമ്പോൾ അവിടെ ഇന്ത്യ സഖ്യം ആം ആദ്മി പാർട്ടിയെ മാറ്റി നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാൻ പോകുമ്പോൾ NDAയോടൊപ്പം ആം ആദ്മി പാർട്ടി ചേർന്നാൽ, അതായത് മൃദു ഹിന്ദുവാദം ആം ആദ്മി പാർട്ടി കാര്യമായ രീതിയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായൊക്കെ ഉയർത്തിയിരുന്നു. ആ സമയങ്ങളിലെല്ലാം BJPയുടെ പോലെ ഒരു നയം ആം ആദ്മി പാർട്ടി ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിലനിൽപ്പിന് വേണ്ടി ഉയർത്തിയിരുന്നു. അങ്ങനെയൊക്കെ പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ NDA സഖ്യത്തിന്റെ ഭാഗമായി ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും ഒക്കെ പോകുവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇന്ത്യ സഖ്യത്തിൽ ഇപ്പോൾ ഒരു ചർച്ച കാര്യമായി തന്നെ ഉടലെടുക്കുന്നുണ്ട്. സാധാരണക്കാരായ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിൽ പരിഹാരം കണ്ടെത്താൻ സാധിക്കാതെ പോകുന്ന ആം ആദ്മി പാർട്ടിക്ക് താഴെത്തട്ടിലുള്ള ജനങ്ങൾക്കിടയിലെ വിശ്വാസ്യതയും സ്വീകാര്യതയും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യം ആം ആദ്മി പാർട്ടിയെ ചേർത്ത് നിർത്തുമ്പോൾ അഴിമതി കേസിലെ മുഖ്യ കണ്ണിയായ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെ ചേർത്ത് നിർത്തുമ്പോൾ അത് സ്വാഭാവികപരമായും ഒരു വലിയ തിരിച്ചടിക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ കണക്കുകൂട്ടൽ. ഇതിനെ സാധൂകരിക്കുന്ന തരത്തിലേക്കുള്ള പല ദൃശ്യങ്ങളും തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടങ്ങളിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നതുമാണ്. അതായത് സമാജ്വാദി പാർട്ടി നേതാക്കന്മാരും രാഹുൽ ഗാന്ധിയും ഒരേ വേദിയിൽ നിരവധി തവണ പങ്കെടുക്കുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അരവിന്ദ് കെജ്രിവാളും രാഹുൽ ഗാന്ധിയും ഒരു വേദിയിൽ ഒരുമിച്ച് പങ്കെടുത്തിരുന്നില്ല എന്ന് തന്നെ പറയുവാൻ സാധിക്കും. അതിന്റെ പ്രധാന കാരണം അരവിന്ദ് കെജ്രിവാളിന്റെ പുറത്തുള്ള ഈ അഴിമതി ആരോപണം അത് കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും വലിയ തിരിച്ചടിയാകുമെന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ്. ആ കണക്കുകൂട്ടലുകൾ കൃത്യമായി തന്നെ പ്രതിഫലിച്ചതിന്റെ ഭാഗമാണ് ഡൽഹിയിലെ 7 സീറ്റുകളിൽ 7ഇടത്തും ഇന്ത്യ സഖ്യം പരാജയപ്പെട്ടു പോയത്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ചെറിയ തോതിലെങ്കിലും ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ഒരു ആശ്വാസമായി നിൽക്കുന്നത് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ച 3 സീറ്റുകൾ മാത്രമാണ്. എന്തായാലും കേവല ആശ്വാസമായുള്ള 3 സീറ്റുകൾ പഞ്ചാബിൽ നിൽക്കുമ്പോഴും സ്വന്തം തട്ടകമായ ഡൽഹിയിലെ 7 സീറ്റുകളിലും പരാജയപ്പെട്ടു പോയത് ആം ആദ്മി പാർട്ടിക്ക് വലിയ ക്ഷീണം തന്നെയാണ്. അത് ജനസ്വീകാര്യതയിൽ ആം ആദ്മി പാർട്ടിക്കും ഒപ്പം അരവിന്ദ് കെജ്രിവാളിന്റെ ജനകീയ മുഖം എന്ന പേരിലൊക്കെ അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും നേരിട്ടുള്ള ഒരു തിരിച്ചടി തന്നെയായിട്ടാണ് ഇന്ത്യ സഖ്യം കണക്കാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ വരും ദിവസങ്ങളിലെ ചർച്ചയിൽ കാര്യമായ രീതിയിൽ ഉരുത്തിരിഞ്ഞു വരുവാൻ പോകുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ഇനി അങ്ങോട്ട് ആം ആദ്മി പാർട്ടി ഉണ്ടാകുമോ എന്ന ചോദ്യമാണ്. അതിന്റെ തീരുമാനം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗമായി ഉണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കാം.